ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്കൊരു ചക്കക്കുരു കറി ഉണ്ടാക്കിയെടുത്താലോ. അതിന് ആദ്യം തന്നെ ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളകും പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കരിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ കൊച്ചുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കും. സവാള പെട്ടെന്ന് വാടി വരാനായിട്ടേക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് മിക്സായി ഉടഞ്ഞ് ഈ പരുവത്തിലായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നമ്മുടെ ചക്കക്കുരുവിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാല എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനാണെങ്കിൽ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തള വരുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ കറീനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്.